ഹാൻഡ് ഓഫ് ഗോഡ്. ഈ പ്ലേ ദൈവത്തിൻ്റെ പേരുണ്ടെങ്കിലും ദൈവത്തോട് കുറേ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മളോട് ചോദിക്കുന്ന കുറേയധികം ചോദ്യങ്ങൾ, വിശ്വാസം, ജനാധിപത്യം, അതിനെ കുറിച്ചൊക്കെയുള്ളൊരു നാടകമാണ്. അപ്പോൾ അത് മാത്രമല്ല, അത് ഓഡിയൻസ് ഇല്ലാതെ ഈ നാടകം കളിക്കാൻ പറ്റില്ല. ഒരു നാടകവും കളിക്കില്ല. പക്ഷേ ഇത് ഓഡിയൻസിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേ ആണ്. അപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം നാടകത്തിൻ്റെ ഭാഗമാകും, അവരും നാടകം കളിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു നാടകത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ നാടകത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായത്? മുന്നേ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നാടകത്തിൽ എന്തുകൊണ്ടാണ്? നാടകത്തിൽ പണ്ട് ഞാൻ നാടകം കളിച്ചിട്ട് ഒരു 20 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് നമ്മുടെ ക്ലബിലും അങ്ങനെയൊക്കെ കേരളോത്സവം എന്നൊക്കെ പറഞ്ഞ പരിപാടിയിലാണ് നാടകം കളിച്ചിട്ടുണ്ട്. കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ മത്സരത്തിന് കളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഇടയ്ക്ക് നാടകങ്ങൾ കാണും. ഇപ്പോൾ ബൈപാസ് കാണുമ്പോൾ അയ്യോ, ഒരു നാടകം ചെയ്യാനുള്ള ഒരു കൊതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു നാടകം ചെയ്യണം, നാടകത്തിൽ അഭിനയിക്കണം. ആ കൃത്യസമയത്ത് ഹാൻഡ് ഓഫ് ഗോഡിൻ്റെ ഡയറക്ടർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞങ്ങളൊരു നാടകം ചെയ്യുന്നുണ്ട്, ജീവിതത്തിലൊരു കഥാപാത്രം ചെയ്യുന്നോ? അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സമയത്ത് എന്നിലേക്ക് വന്ന് ചേർന്നതാണ്. അപ്പോൾ ഈ പ്ലേ ഒരു ഇൻട്രാക്റ്റീവ് പ്ലേ ആണെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി സ്പെഷ്യാലിറ്റീസ് അങ്ങനെ എന്താണ്? ഇൻട്രാക്റ്റീവ് പ്ലേ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഹാൻഡ് ഓഫ് ഗോഡിൻ്റെ അകത്തൊരു കഥാപാത്രമാണ്. ഗോഡും ഓഡിയൻസും നാടകത്തിലെ കഥാപാത്രങ്ങളും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ നാടകം പൂർണ്ണമാകുന്നത്. അതോടൊപ്പം നാടകം ഒട്ടേറെ സാമൂഹ്യ പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, സാമൂഹ്യ പ്രസക്തമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ആ അന്വേഷണങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ നാടകത്തിൻ്റെ വേദിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല തരം ചോദ്യങ്ങൾ ഈ നാടകത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ എന്താ പറയുക, നാടകം വരുന്ന ആളുടെ ഒരു പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും അവരുടെ മാനസിക ആരോഗ്യം തകരാൻ ആകുന്ന പല കാരണങ്ങൾക്കും അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഈ നാടകത്തിന് പറ്റുന്നുണ്ട്. പലതരത്തിൽ നാടകത്തിന് ശേഷവും നാടകം കാണികളെ പിന്തുടരുന്നുണ്ട്. അത് നാടകത്തിലൂടെയും നാടക പ്രവർത്തകരിലൂടെയും. ഈ നാടകത്തിൽ പലതരം മനുഷ്യർ ഭാഗമാണ്. സൈക്കോളജിസ്റ്റുകളുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു സോഷ്യൽ റിസർച്ചിലും അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളിലൊക്കെ അത്തരം മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ഈ നാടകത്തിന് പുറത്തേക്ക്, നാടകം കഴിഞ്ഞും നാടകത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓൾവേസ് ഇപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ ഒരു സെലക്റ്റീവ് ഓഡിയൻസ് മാത്രം കാണുന്ന ഒരു ആർട്ടാണ്. അത് ഒരുപാട് വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു പ്ലേ എന്തുകൊണ്ട് ആളുകൾ കാണുന്നു? നാടകം ഇപ്പോൾ ആൾക്കാർ കൂടുതൽ കാണുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ മിക്കവാറും പ്ലേസ് ഉണ്ടാവാറുണ്ട്. പിന്നെ പലതരം നാടകങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഉത്സവങ്ങൾ, പൂരങ്ങൾ, അവിടെയൊക്കെ കളിക്കുന്ന നാടകമുണ്ട്. അതിനൊക്കെ കാണികളുണ്ട്, ആൾക്കാരുണ്ട്. നമ്മൾ നാടക പ്രവർത്തകർ ഒരുപാടുണ്ട്, പലതരത്തിലുണ്ട്. അമച്വർ, പ്രൊഫഷണൽ, അതെല്ലാം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് നാടകത്തിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത്. നാടകം അങ്ങനെ ഇല്ലാണ്ടായി പോകുന്നില്ല.